അലക്സ്. ഞാൻ എറണാകുളം ജില്ലയിലാണ് ജനിച്ചത്. അതിനുശേഷം ഞാൻ UAE വന്നിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം 1-2 വർഷത്തിന് ശേഷം പതുക്കെ ഒബ്വിയസ്ലി ലൈക്ക് സ്ട്രെസ്സും സൈറ്റിലെ പൊടിയും എല്ലാം കൊണ്ടും മുടി കൊഴിയുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, ചെറിയ രീതിയിലായിരുന്നു പോകുന്നത്. പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഞാൻ സൈറ്റിൽ സ്ഥിരം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നടക്കും. സൈറ്റിലെ ഡസ്റ്റും കോൺക്രീറ്റും എല്ലാം ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഒരു 1-2 വർഷത്തിന് ശേഷം നല്ല രീതിയിൽ എൻ്റെ ഉള്ളു നല്ല രീതിയിൽ കുറയാൻ തുടങ്ങി. പിന്നെ പുറത്ത് എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവ് എനിക്ക് അതിൽ നിന്ന് ഇതാണ്. ഞാൻ തന്നെ ഒരു പേഴ്സണലി ഒരു റിസർച്ച് ഇതിനെപ്പറ്റി നടത്തും. കാരണം എനിക്ക് എന്താണ് സൊല്യൂഷൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരുപാട് ഓരിയാൻ തേക്കും. സാമ്പാർ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ തലയിൽ തേക്കാറുണ്ട്. കാരണം ഓരോ ഇതാണ്. ഇപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായാലും കുറച്ച് ഹോം മെയ്ഡ് ടിപ്സ്, കറ്റാർ വാഴയുടെ ഇത്, അതുപോലെ തന്നെ കാച്ചിയ എണ്ണ, പണ്ടത്തെ മറ്റേ ചെമ്പരത്തിപ്പൂ വെച്ചുകൊണ്ടുള്ള ഓയിൽ, ഇത് എല്ലാം ഞാൻ ട്രൈ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ ഫ്രണ്ട്സ് ത്രൂവും അതുപോലെ റിസർച്ചും ചെയ്തപ്പോഴേക്കും ഇങ്ങനെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു ഓപ്ഷനെ പറ്റി അറിഞ്ഞത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്തുമാത്രം പ്രാക്ടിക്കൽ പോസിബിൾ ആണ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അത് സർജറി മേജറായിട്ട് വേണോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴേക്കും അവർ ഒരു ജസ്റ്റ് ഒരു കുറച്ചൊരു മണിക്കൂറത്തേക്ക് ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. അത് നമ്മുടെ തന്നെ മുടി പുറവശത്ത് നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ എവിടെയാണോ അത് നിങ്ങൾക്ക് മുടി കുറവുള്ളത് അവിടെ വെച്ച് അത് സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് ഒരു കാണുന്ന ഒരാൾക്ക് വെച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ തോന്നത്തില്ല, ഒറിജിനാലിറ്റി ആയിട്ടാണെന്ന് തോന്നുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയപ്പം ഞാൻ ഇവിടെ വന്നു. ക്യൂട്ടീസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞത് ഒരു ഷാർജ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു കമ്പനിയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു 1-2 ആൾക്കാർ ഇവിടെ മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം റിവ്യൂസ് നോക്കിയപ്പം ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റീസ് വരണമെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും, കാരണം അവർക്കൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ഇവിടെ വന്ന് എനിക്ക് റേറ്റും കുറച്ചൊരു എൻ്റെതായ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി എൻ്റെ പ്രായത്തിൽ ഇവിടെ UAE വർക്ക് ചെയ്യുന്ന എല്ലാവരും റേറ്റ് എത്രയായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും, സർജറി എങ്ങനെയായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കും ഡൗട്ട് ഇനിഷ്യലി വരുന്നത്. അതിനെപ്പറ്റി ഞാൻ ഇവിടെ വന്ന് ഒരു കൺസൾട്ടേഷൻ നടത്തിയപ്പോഴേക്കും നമ്മുടെ ഒരു ബഡ്ജറ്റിന് പറ്റിയൊരു റേറ്റാണ്. പിന്നെ അത് 1 ഡേയിൽ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 ഡേയ്സ് നമുക്കൊരു റൂമിൽ നമുക്ക് ഇച്ചിരി കെയറിങ് ഇനിഷ്യലി കൊടുക്കണം. പിന്നെ അതിനുശേഷം സൈറ്റിൽ ഞാൻ കണ്ടിന്യൂ വർക്ക് എൻ്റെ ചെയ്യാറുണ്ട്. പിന്നീടുള്ള ഇതിൽ എനിക്ക് അധികം ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു 8 മാസമായി ഞാൻ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഞാൻ PRPയുടെ സെക്ഷൻ ചെയ്യാറുണ്ട്. കാരണം അതും ഒരു സപ്പോർട്ടീവ് പോലെയാണ് ഈ ട്രാൻസ്പ്ലാന്റിൽ. 8 മാസം കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നുന്നു. കൂടുതലായിട്ട് എനിക്ക് റിസൾട്ട് തോന്നാൻ കാരണം എൻ്റെ കൂടെയുള്ള സർക്കിളിലുള്ള ഫ്രണ്ട്സ്, ഞാൻ എല്ലാവരുടെടുത്തും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം ഇതിനെപ്പറ്റി ഒരു പെർസെൻറ്റേജ് ആൾക്കാർ ചിന്തിക്കുന്നത് ഇത് പല രീതിയിലുള്ള സജഷൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം ഇത് ആരുടെടുത്തും ഇതിനെപ്പറ്റി സംസാരിക്കാതെ ഞാൻ ചെയ്തു. ആഫ്റ്റർ ഒരു 6-7 മന്ത്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ സർക്കിളിലുള്ള ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, നിനക്ക് നീ എന്തോ കാര്യമായിട്ട് നിന്റെ മുടിക്ക് നല്ല ഉള്ളു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് കാര്യം. ഞാനിപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് PRP. ഇതിൻ്റെ ബാക്കിയുള്ളവരടുത്തും ഇത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇത് ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട്, നിങ്ങളും ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, നല്ല റിസൾട്ട് നിങ്ങൾക്ക്. കൺസ്ട്രക്ഷൻ മേഖലയിലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിരന്തരം എനിക്ക് ഡെയിലി സൈറ്റ് പോകേണ്ട ആവശ്യമുണ്ട്, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡെയിലി കൺസ്ട്രക്ഷൻ മേഖലയിൽ കോൺക്രീറ്റ് അതുപോലെ തന്നെ ഡസ്റ്റ് കാര്യങ്ങൾ സ്ഥിരം ഉണ്ടാകാറുണ്ട്. അപ്പം എൻ്റെ ജോലി ഇതായിട്ട് എനിക്ക് സേഫ്റ്റി ഹെൽമെറ്റ്, സേഫ്റ്റി ജാക്കറ്റ് ഫുൾ എനിക്ക് പ്രിക്കോഷനായിട്ട് വേണം എനിക്ക് സൈറ്റിൽ പോകാൻ. ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഞാനൊരു കർച്ചീഫ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കും. കാരണം പ്രീവിയസ്ലി ഞാൻ ഹെൽമെറ്റ് വെക്കാൻ നേരത്ത് നല്ല രീതിയിൽ, ഓഫ്കോഴ്സ് ഈ UAE ടെമ്പറേച്ചർ എന്ന് പറയുന്ന നേരത്ത് ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമൊക്കെ എന്ന് പറയുന്ന നേരത്ത് നല്ല രീതിയിൽ വിയർത്ത് പോകുന്നൊരു ടൈമാണ്. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ അധികം നേരം വിയർപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കർച്ചീഫും കൂടെ ഹെൽമെറ്റിനകത്ത് കെട്ടിവെച്ചിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം തിരിച്ച് റൂമിലെത്തി കഴിയാൻ നേരത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യും. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കർച്ചീഫ്, അതുപോലെ തന്നെ പില്ലോ കവർ കാര്യങ്ങൾ വീക്കിലി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ റെഗുലറായിട്ട് ഞാനത് ക്ലീൻ ചെയ്യുക, അത് മാറ്റുക കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തത് മാത്രമല്ല, നമ്മൾ അതിനെ പിന്നീട് എങ്ങനെ കെയർ ചെയ്യുന്നതിനും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അതൊക്കെ ഈ മുടിനെ ബാധിക്കും. സൈറ്റിലായാലും ഹെൽമെറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ കർച്ചീഫ്, കിടക്കുന്ന പില്ലോ കാര്യങ്ങളൊക്കെ ഞാൻ കവർ കാര്യങ്ങളൊക്കെ ചേഞ്ച്. പിന്നെ ഞാൻ ഓയിൽ പണ്ട് ഉപയോഗിക്കായിരുന്നു ഒരുപാട് കാര്യങ്ങൾ.
നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരുപാട് ഓയിൽസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഓയിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത്, അതായത് റീഗെയിൻ്റെ ഒരു മിനോക്സിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അതും PRPനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അത് ഒഴിച്ച് വേറെ ഓയിലും കാര്യങ്ങളൊന്നുമില്ല. സർജറി കഴിഞ്ഞിട്ട് ഒരു 1-2 വീക്ക്, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ 1-2 വീക്ക് നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. കാരണം അതൊരു പുതിയൊരു ബാക്കിൽ നിന്ന് റൂട്ട് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം അതിനൊരു ഗ്രോ ചെയ്യാനും അതിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വേണം. ആ ഒരു ടൈം പീരീഡ് ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീക്ക് ഞാൻ റൂമിൽ തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കും. ആദ്യം ഔട്ട്ഡോർ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ടോട്ടലി അവോയ്ഡ് ചെയ്തു. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ വിയർത്താലും എനിക്ക് പ്രിക്കോഷണൽ മെഷേഴ്സ് ഒക്കെ ചെയ്യാൻ നേരത്ത് എനിക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതൊന്നും പിന്നീട് നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കായാലും, ഇപ്പം ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കായാലും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലി ഉള്ള വീക്ക് ഒന്ന് ടേക്ക് കെയർ ചെയ്യുക, ബാക്കിയുള്ളത് ഈ പറഞ്ഞിട്ടുള്ള പ്രിക്കോഷണൽ മെഷേഴ്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓഫ് കോഴ്സ് ആ ഒരു ഇനിഷ്യലി ഇതിനെ മുടി നല്ല രീതിയിൽ പോകുന്ന സമയത്ത്, കോൺഫിഡൻസ് കുറഞ്ഞ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. റിസർച്ച് ഗൂഗിളും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ബെറ്റർ ഏതാണ്, എങ്ങനെയാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇത് അറിയാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ. അപ്പം മാക്സിമം അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ നേരത്ത് ഞാൻ അതിനകത്തെ റിവ്യൂസ് നോക്കും. എസ്പെഷ്യലി ഈ ഗൂഗിളിനകത്ത് കയറിയിട്ട് ഞാൻ ക്യൂട്ടീസ് ഇന്റർനാഷണലിന്റെ ഓരോ ആൾക്കാരുടെ റിവ്യൂസ് കാര്യങ്ങൾ നോക്കും. എല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് പറയുന്നത്. അതിനുശേഷം റിസൾട്ട് അവർ പറയുന്നുണ്ട്. ഇതിനുശേഷം റിസൾട്ട് വന്നതിൻ്റെയും ചില ആഫ്റ്റർ ഫോട്ടോസ് ഞാൻ കാണാറുണ്ട്. ആഫ്റ്റർ 1 ഇയർ, ആഫ്റ്റർ 8 months എന്തുമാത്രം അവർ പറയുന്നുണ്ട്. ക്യൂട്ടീസ് ഇന്റർനാഷണൽ പറയുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആഫ്റ്റർ ഈ 8 months 1 year നമുക്ക് ഈ ഓരോ ആൾക്കാരുടെ റിവ്യൂസിലും കാണാൻ പറ്റുന്നു. പിന്നെ ഞാനിവിടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ കംഫർട്ട് ആക്കുന്ന രീതിയിലാണ്. എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ദിവസമാണെങ്കിൽ കൂടിയും എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം സർജറി, സിറിഞ്ച്, ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ ക്ലിയർ ആയിട്ട് PRP ഞാൻ എടുക്കാൻ വന്ന സമയത്താണേലും അതിനുള്ള ഒരു ഇഞ്ചക്ഷൻ ഡയറക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ പ്രീവിയസ് വേറൊരു ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. അവിടെ അവർ ആദ്യം എനിക്കൊരു അനസ്തേഷ്യയുടെ ക്രീം തലയിൽ തേച്ചിട്ടാണ് PRP ചെയ്തിട്ടുള്ളത്. ക്യൂട്ടീസിനെ പറ്റി അറിഞ്ഞ് പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നപ്പം എനിക്ക് ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. കാരണം സർജറി, ഇഞ്ചക്ഷൻ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു ടെൻഷനുണ്ട്. എങ്ങനെയായിരിക്കും, പെയിൻ ആയിരിക്കുമോ കാര്യങ്ങൾ, ചിന്താഗതിയോടെയൊക്കെയാണ് ഞാൻ ഇവിടെ ക്ലിനിക്കിൽ വന്നത്, ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ. അപ്പോൾ ഇവിടുത്തെ ഉള്ള സ്റ്റാഫ് ആണെങ്കിലും മാക്സിമം നമ്മളെ കംഫർട്ട് ആക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇടപഴകിയതും. ട്രീറ്റ്മെന്റ് ദിവസം നോർമലി അവർ PRP ചെയ്യുമ്പോഴാണെങ്കിലും നോർമലി ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവരൊരു വൈബ്രേറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പെയിൻ നല്ല തോതിൽ നമുക്കൊന്നും അനുഭവപ്പെടത്തില്ല. നമ്മളത് ഒരു വിത്തിൻ 10 minutes നമുക്ക് ആ ഒരു PRP സെക്ഷൻ കഴിയും വിത്തൗട്ട് എനി പെയിൻ കാര്യങ്ങളൊക്കെ. വൺസ് നമ്മളത് ചെയ്ത് കഴിയാൻ നേരത്ത് ആ ഒരു നമ്മുടെ ഒരു മനോഭാവം മാറി കിട്ടും. കാരണം പിന്നീട് ഞാനിപ്പം എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം 6 PRP ചെയ്തിട്ടുണ്ട്. തുടക്കമുള്ള ആ ഒരു പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം ഞാൻ വന്ന് ബ്ലഡ് ആദ്യം ഇവർ നമ്മുടെ ബ്ലഡ് എടുക്കും, അതിൽ നിന്ന് പ്ലാസ്മ തിരിച്ചിട്ട് പിന്നെ അത് നമുക്ക് ഒരു 10-15 minutes ശേഷം നമ്മളത് ഡയറക്റ്റ് എവിടെയാണോ നമ്മുടെ ഹെയർ ഗ്രോത്ത് റിക്കവേർഡ് ആയിട്ട് ഏരിയ അവിടെ അവരത് ഇഞ്ചെക്ട് ചെയ്യും വിത്ത് വൈബ്രേറ്റിംഗ് മെഷീൻ ആയിരിക്കും. നമുക്ക് പെയിൻലെസ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ എൻ്റെ PRPയുടെ അഡ്വാൻസ് ഇതുണ്ട്, GFC. അത് ഹെയർ ഗ്രോത്തിങ് ഫാക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അത് വിത്തിൻ 3 months ശേഷം അതിനുള്ള ഗ്യാരണ്ടി റിസൾട്ടും ഇവിടെ പറയുന്നുണ്ട്. ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ആരോടും എൻ്റെ ഫ്രണ്ട് സർക്കിൾ, ഫാമിലി ആരോടും ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ വന്നു, എനിക്കൊരു 6-7 months ശേഷം റിസൾട്ട് വന്നപ്പം ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ചെയ്തത്, എന്ത് ട്രീറ്റ്മെൻറ്റാ കാര്യങ്ങൾ. കാരണം ഫ്രണ്ട്സിലും ഇടയ്ക്കും അവരുടെ, കാരണം ഞങ്ങളെല്ലാം ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ കാര്യങ്ങൾ, കാരണം അവർ ഓരോ ഓയിലും ഓരോ പ്രൊഡക്റ്റും ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ തന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തു, അതിനുശേഷം ഞാനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് PRP ഞാൻ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ വന്നപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. കാരണം ഞാൻ അവനെ അധികം ഒന്നും എന്നെ അഡ്വൈസും സജഷൻ ചെയ്തില്ല. കാരണം അവൻ എൻ്റെ റിസൾട്ട് കണ്ടിട്ട് അത് ഇമ്പ്രസ് ആയിട്ട് അവൻ വന്നതാണ്. നിനക്ക് നല്ല ഗ്രോത്ത് ഉണ്ടല്ലോ, തിക്നെസ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടല്ലോ. അവൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന GFC ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 മാസത്തെ പേയ്മെൻറ്റ് ഇന്ന് അവൻ ചെയ്തു. കൂടാതെ തന്നെ എനിക്കിവിടെ ഷാർജയിൽ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന്, കാരണം ഇവിടെ ഒട്ടുമിക്ക UAE ആൾക്കാരായാലും, കാരണം ഇവിടെ ഞങ്ങൾ മാക്സിമം കൺസ്ട്രക്ഷൻ, പൊടി, സ്ട്രെസ്സ്, കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡസ്റ്റ് മാത്രമല്ല, സ്ട്രെസ്സ്, വർക്കിൽ ആ നേരത്ത് സ്ട്രെസ്സ് കൊണ്ടായാലും, ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടായാലും ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ മുടി കൊഴിച്ചിലിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഷാർജയിലുള്ള എൻ്റെ ഫാമിലി ആയാലും അവർ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് അവരും എൻ്റെ അടുത്ത് എന്താ റീസൺ എന്ന് ചോദിച്ചിട്ട് അവരും ഇവിടെ വന്നിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ചെയ്തിട്ട് ഇപ്പം ഒരു 6 മാസമായി. ഓഫ് കോഴ്സ് അതിനുള്ള റിസൾട്ട്, 6 മാസത്തെ റിസൾട്ട് പുള്ളിയുടെ ഇതിലുണ്ട്.
ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു. കാരണം ഒട്ടുമിക്ക അഡ്വർടൈസ്മെന്റ് ആൾക്കാരും പറയുന്നത് അവരെ പറയിപ്പിച്ച് പറയുന്ന പോലെയാണ്. നിങ്ങളും എൻ്റെ ഹെയർ ഗ്രോത്ത് തന്നെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയും. നിങ്ങളും വരിക, ക്യൂട്ടിസ്റ്റ് ഇന്റർനാഷണൽ. അത് റിയലി ഐ എം താങ്ക്ഫുൾ, ലൈക്ക് ഫ്രം മൈ ഹാർട്ട്.